2 തിമോത്തിയോസ് 1 അധ്യായം 3-4 തിരുവചനങ്ങൾ. രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നിന്റെ കണ്ണീരിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാകാൻ ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു. ഓർമ്മിക്കുക, വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഓർമ്മദിനമാണിന്ന്. 1225 ഇറ്റലിയിൽ നേപ്പിൾസിനടുത്ത് റോക്കസേക്ക എന്ന സ്ഥലത്ത് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. ബെനഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ തോമസ് വിദ്യാഭ്യാസം ആരംഭിച്ചു. 1240-നും 1243-നും മധ്യേ തോമസ് ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. ഒരു പ്രഭുവായ തോമസ് ഡൊമിനിക്കൻ യാചകവേഷം സ്വീകരിച്ചത് മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം അമ്മയുടെ പ്രേരണയിൽ സഹോദരന്മാർ തോമസിനെ 2 വർഷം ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടു. കാരാഗ്രഹവാസം തോമസിന്റെ നിശ്ചയത്തിന് ഒരു വ്യത്യാസവും വരുത്തിയില്ലെന്ന് കണ്ടപ്പോൾ ഒരു വേശ്യ സ്ത്രീയെ തോമസിന്റെ മുറിയിലിട്ടടച്ചു. ഇത് സഹിക്കാനാവാതെ തോമസ് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷം ഒരു തീക്കൊള്ളിയെടുത്ത് അവരെ ആട്ടിപ്പായിച്ചു. ഈ പ്രലോഭനത്തിൽ വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സമാധിയിലമർന്നു. 2 മാലാഖമാർ വന്ന് അദ്ദേഹത്തിന്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു, നിത്യകന്യാത്വമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. വ്രതവാഗ്ദാനത്തിനു ശേഷം മഹാനായ ആൽബർട്ടിന്റെ കീഴിൽ പഠനം തുടർന്നു. 1250 വൈദികനായ തോമസ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദമെടുത്തു. വിശുദ്ധ കുർബാനയെപ്പറ്റി താൻ എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരണാർഹമാണോ എന്ന് സംശയിച്ച് സക്രാരിയുടെ അടുക്കലെത്തിയപ്പോൾ തോമസ്, നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്കുകൾ ശ്രവിച്ചു. തിരുപ്പാതേയം അഥവാ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്യകാമറിയത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കൂദാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിട പറയുന്നു. 49-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1323 ജൂലൈ 18-ന് ജോൺ 22-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും രക്ഷാധികാരിയായും പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധന്റെ കുർബാനയോടുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാനവും അസാധാരണ എളിമയും എല്ലാവർക്കും പ്രചോദനമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പോലൊരു അത്ഭുതം വേറെയില്ല. നിന്നെ പോലെ ഭൂമിയിൽ ആരുമില്ല. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. നിൻ സ്നേഹം മാത്രം മതി എന്നുള്ളം ആനന്ദിപ്പാൻ. ഈശോയേ, ഈശോയേ, നിന്നെ കാണാൻ കൊതിയേറുന്നേ. ഈ ദിവ്യകാരുണ്യം കൈക്കൊള്ളുമ്പോൾ വീണ്ടും കാണാൻ കൊതിയേറുന്നേ. തിരുവീഞ്ഞു തുള്ളി ഞാൻ നുകർന്നിടുമ്പോൾ തിരുരക്തമായി എന്നിൽ നിറഞ്ഞിടുന്നു. അതിരറ്റ സ്നേഹത്തിൻ ഉറവിടമേ, ഇതുപോലൊരു